ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഡ്രാക്കോസ്. അപ്പോൾ നമ്മളിന്നുള്ളത് സെർവറിൻ്റെ പേരൊന്നും ചോദിക്കരുത്. നമ്മളൊരു PvP സെർവറിലാണ്, അന്ത വൈബിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ സ്പോണൊന്നും കാണിക്കാൻ പറ്റിയില്ല, അതുപോലെ തന്നെ സ്പോണൊന്നും റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല. ഞാനിപ്പം കയറിയിട്ടുള്ളൂ, ജസ്റ്റ് ഞാൻ ഇന്നലെ കയറിയിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ വലിയൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ അറൗണ്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഡേയ്സ് നോക്കിയാൽ തന്നെ അറിയാം, 8659 ദിവസമായി ഗൈസ്. അതായത് ഈ സെർവർ തുടങ്ങിയിട്ട് ഇത്രയും ഡേയ്സായി. നമ്മളിപ്പം ഇന്നലെയാണ് ഞാൻ കയറിയത്. ഐ തിങ്ക് ഇത് ഇംഗ്ലീഷുകാരുടെ സെർവറാണെന്നാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ. ഓക്കെ, അത് നമ്മുടെ ടീംമേറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വില്ലബ്രോ ഉണ്ട്, ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ആൽഫ, നമ്മുടെ അഗ്നിയിലേക്കുള്ള ആൽഫ ബ്രോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പീറ്റർ ജോയിൻ ആവുമെന്ന് പറഞ്ഞു. നമ്മുടെ ഇതിലുള്ളത് തന്നെയാണ്, നമ്മുടെ അഗ്നിയിലുള്ളത് തന്നെയാണ് പീറ്ററും. അപ്പം നമ്മൾ 4 പേരാണ്. പീറ്റർ ജോയിൻ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ആൽഫ ബ്രോയും അതുപോലെ തന്നെ ബില്ല ബ്രോയും ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മളെ ബില്ല ബ്രോ നമ്മളെ സ്പോണിലേക്ക് പിക്ക് ചെയ്യാൻ വന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയതാണ് ഈ കാണുന്നതൊക്കെ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അഡ്മിൻസ് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ നോക്കിയേക്കാം. 8 സ്റ്റാക്ക് നമുക്ക് എന്താ പറയുക, റിലേറ്റർ ഓൾ ഇൻ ഓൾ നമുക്ക് കിട്ടാൻ ഇനി ഐറ്റംസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഐറ്റംസ് കുറവാണ്. നമുക്കിനി കിട്ടാൻ എന്താണെന്ന് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല. മേ ബി നൗ ഈ ഒന്ന് ഓക്കെ, നമുക്ക് എല്ലാത്തിൻ്റെയും എല്ലാം ഉണ്ട് നമുക്ക് ഈ സെർവറിൽ. സോ ഐ തിങ്ക് നമ്മൾ സെർവറിൽ കയറിയത് നമുക്കൊന്നും ചെയ്യണ്ട, ഗ്രൈൻഡിങ് ഒന്നും വേണ്ട ആവശ്യമില്ല. മെയ്സ് വരെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. സോ അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മേജർ അപ്ഡേറ്റ്, ഇത്രയും കാലത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത്ര നാൾ ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ സ്കിന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെയും ഇവിടെയൊക്കെ ഒരു വെള്ള വരയൊക്കെ കാണാം. അതിൽ തന്നെ നമ്മുടെ ഷൂ ഒക്കെ ഒന്ന് മാറി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലാണ് ഒരു വലിയ അപ്ഡേറ്റ് വന്നത് ഗൈസ്. കണ്ടാ എങ്ങനെ ഇരിക്കുകയാണ്? ഇത് രസമുണ്ടോയെന്ന് പറയണം, അല്ലെങ്കിൽ എനിക്കതെടുത്ത് മാറ്റാനാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നല്ല രസമുണ്ടെന്നാണ്. നമ്മുടെ ഒരു ഡ്രാഗനെയൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ അവിടെ നമ്മുടെ ഇവനെയൊക്കെ പ്ലേസ് ഈ ഒരു എന്താ പറയുക, ഇതിനെ നമ്മുടെ ഇടി വെട്ടുന്നതിൻ്റെ ഒരു അതാണല്ലോ അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സ്കിന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ തിങ്ക് എനിക്കൊന്ന് 1 മാസമായി. എൻ്റെ ഫസ്റ്റ് റീസൺ എൻ്റെ ഫോണിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫോണൊന്ന് വെള്ളം കയറി, മഴയൊക്കെ ഇല്ലേ, ഒന്ന് നനയാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഫോണിൽ വെള്ളം കയറി, അതുകൊണ്ട് ഫോണിൻ്റെ CC അടിച്ചു പോയി ഗൈസ്, വെള്ളം കയറിയപ്പം. അപ്പം അങ്ങനെ അതിൻ്റെ പിന്നാലെ കുറേ നടന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തു. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ മടി പിടിച്ചു, റെക്കോർഡ് ചെയ്യാനുള്ള മൂഡൊക്കെ പോയി. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേറെ സെർവറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതും ചെയ്തില്ല. വേറെ മാർഗ്ഗങ്ങൾ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഗെയിം കണ്ടുപിടിച്ചു. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാനത് വീഡിയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞു, ഒക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ChatGPTയോട് ചോദിച്ചു. അപ്പോൾ നമ്മളോട് ChatGPT പറഞ്ഞത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ആ ഒരു സാധനത്തെ, അതിൻ്റെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് പച്ചക്കറി വിൽപ്പനയാണ്. പച്ചക്കറി എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളൊരു പച്ചക്കറി ഡീലറാണ്. അതായത് പച്ചക്കറി മാറ്റിയിട്ട് അവിടെ നിങ്ങൾ മറ്റൊരു സാധനം, നമ്മുടെ ഓപ്പറേഷൻ തൂഫാനൊക്കെ അല്ലേ, ആ ഒരു സാധനം നമ്മളവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ആ ഗെയിം. സോ നമ്മൾ ആ ഒരു ഐറ്റത്തിൻ്റെ പേര് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ChatGPT പറഞ്ഞത് അങ്ങനെയാണ്. അതായത് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങനെ ഒരു നെയിം അവിടെ പ്രൊനൗൺസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്ട്രൈക്ക് വരെ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഗെയിമിൽ അതേ പറയുന്നുള്ളൂ. സോ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചെന്നാൽ അത് വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഇതെവിടെയും ഒന്ന് അറ്റം കൂട്ടി മുട്ടിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ഇത്. ഓക്കെ, അത് വിട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ PvP സെർവറാണ്. നമ്മുടെ ആർമറൊക്കെ പൊട്ടും, അപ്പോൾ നമുക്ക് എൻചാൻറ്റ് ചെയ്യണം.
അപ്പോൾ അതിനുള്ള പരിപാടി ആക്കണം. നമുക്ക് ഒരു സ്കെൽട്ടൺ ഫാം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ഇതുണ്ട്, ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ, ഇത് നമ്മുടെ ഒരു പബ്ലിക് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ഇതാണിത് വെച്ചാൽ, ഇതിപ്പോൾ എൻ്റെ കയ്യിലാണെന്നുള്ളൂ. ഇത് നമ്മൾ കളക്ട് ചെയ്യുന്ന നമ്മുടെ ഐറ്റംസ്, എല്ലാവരുടെയും ഐറ്റംസാണ്. ഞാനൊരു ബ്ലാക്ക് ബോക്സിൽ മാറ്റി വെച്ചെന്ന് മാത്രം. ഈ നമുക്ക് വിതറിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ നമ്മൾ എന്താ പറയുക, ഈ നമ്മൾ സ്പോണാവുന്നത് വിതറിൻ്റെ ഈ ഫോർട്രസിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് എന്താ, വേറെ ഒന്നുമില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഗെയിം പ്ലേയിലേക്ക് വരാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ എന്തായാലും അവർ വന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇൻട്രോ കൊടുക്കാൻ കയറിയതാണ്. ഓക്കെ ഓക്കെ പിന്നെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ സ്കിന്നിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പിന്നെ നിങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഈ സെർവറിൽ റിച്ച് ആണെന്ന്. റിച്ച് ആക്കിയതാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് നമുക്കിതൊക്കെ കിട്ടിയതെന്ന്. അത് ഞാൻ ആൽഫ വന്നിട്ട് പറയാം ഗൈസ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആൽഫ ബ്രോ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇന്ന് ആൽഫ മാത്രമേ ഉള്ളൂ, 15 എണ്ണം ഉണ്ട്. ഓക്കെ, ആൽഫ ബ്രോ എന്തെങ്കിലും പറ ബ്രോ. ഫുൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ്. ഐറ്റംസ് ഒക്കെ എടുത്താ? ഓക്കെ ഗൈസ്, ഇതെവിടെ സ്പോണായത്? അല്ല അവലല്ലേ ബ്രോ, എപ്പിടി ഇറുക്ക് ബുദ്ധി. ഇതാ അവിടെ എന്താ എൻ്റെ അടുത്ത് ഓക്കെ ബ്രോ. 4 ബ്ലോക്ക് ഉണ്ട്, 1 2 3 4. അപ്പോൾ നിങ്ങൾ ഇവൻ പണിയെടുക്കുന്നത് ടൈം ലാപ്സ് കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇത് റെക്കോർഡ് ചെയ്യാം. വുഡ് കിട്ടിയില്ല, ഒരു മിനിറ്റ്. എന്താ എന്താ ആ പോളക്കാ അന്റെ ഉള്ള വേസ്റ്റ് മൊത്തം അതിൽ വെച്ചിക്കണല്ലേ. ഞാൻ കോൾ എടുത്തില്ല. വെയിറ്റ് ആക്ക് കോള് ഇവിടെ ഉണ്ട്. ഞാൻ ദീക വെച്ചിരിക്കാ തോന്നുന്നു. ഇവിടെ ഉണ്ട്. പിന്നെ ഇന്ന് ആൽഫ മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൊക്കെ ബാക്കിയുള്ളവരോട് വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പീറ്റർ വലിയ തിരക്കിലാണ്. ഇത് ബിസിനസ് മീറ്റിങ്ങിന് വയ്ക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് വരും. ഞങ്ങളിലുള്ളവരാരും ചില്ലറക്കാരല്ല ഗൈസ്. അതാണ് അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി. നല്ലപോലെ പണിയെടുക്കറോ. നമ്മൾ ആന്ധ്രയിൽ നിന്നും ബംഗാളിയെ ഇറക്കിയിരിക്കുന്നു. ഹെൽപ്പ് വേണോ? സാധാരണ ഹെൽപ്പൊന്നും ചോദിക്കാറില്ല, ചോദിച്ചോണ്ട് ചെയ്തോ. അല്ല അങ്ങനെ പറഞ്ഞൂടാ. ഇല്ല, എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് എങ്ങനെ കിട്ടീന്ന്. ഇല്ല, ഒറ്റ ദിവസം കൊണ്ടുള്ള ഹാർഡ് വർക്കിംഗ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന്റെ ട്രിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ
ആൽഫ ബ്രോ വരുമോ? വീഡിയോ വരുമോ അതിൻ്റെ? അതിന്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും കമന്റിൽ വീഡിയോ ഒന്ന് കമന്റ്. അപ്പൊ ലിങ്ക് DMക്ക് വരുന്നതാണ്. ഓക്കെ, പറഞ്ഞ പോലെ ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ എത്രയും മാസമാവാൻ പറ്റുക? ഇത് ലൈറ്റ് വെച്ചാൽ ഇപ്പൊ ലൈറ്റ് വെച്ചിക്കണം. ഞാൻ അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത പാർട്ടിൽ പറഞ്ഞിട്ട് ഗൈസ്, ഞാൻ എന്തായാലും ഇത് സെറ്റ് ആക്കിയിട്ട് വരാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇച്ചിരി റിസ്ക് ആയിരുന്നു, ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആൽഫയുടെ ബുദ്ധി റോക്കറ്റ് വർക്കിപ്പിച്ചു അല്ലേ ആൽഫ? അത്രേ ഉള്ളൂ. അങ്ങനെ എന്തുണ്ട്, നമ്മളിങ്ങനെ ഒരു എന്താ പറയുക സെറ്റപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വന്ന് അതാ അമ്മമാർ ജാമാടാ. അവർ പരസ്പരം അടിച്ച് ചാവാണ്, നമ്മളായിട്ട് കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എനിക്കൊന്ന് ചെറുതാവാം, ചിലപ്പോൾ ലോങ് ആവാം. ഓക്കെ, നമുക്ക് എന്തായാലും ബേസിൽ പോവാം. നമ്മൾ പോർട്ടലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഇതൊരിക്കലും ക്രിയേറ്റീവ് അല്ല, നമ്മളാരും ക്രിയേറ്റീവ് ആക്കിയല്ല. നിങ്ങൾക്ക് നോക്കിയറിയാം, ഞങ്ങൾ ഈ സെർവറിൽ ഓപ്പറേറ്റേഴ്സ് പോലും അല്ല. ഓക്കെ, നമ്മുടെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്ത് IP വരെ അതിന് നമ്മൾ കോർഡിനേറ്റ്സ് കാണിക്കുന്നുണ്ട്. നമ്മളെ ബേസ് വരുന്നു. അത്രയ്ക്ക് ധൈര്യമുള്ളവരാണെങ്കിൽ വരട്ടെ ബേസ്, നമുക്ക് അപ്പം കാണാം. ഓക്കെ, എന്തായാലും നമ്മൾ പോർട്ടൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഓക്കെ, നമ്മുടെ ആൽഫ ബ്രോയുടെ പോർട്ടൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബേസിലേക്കുള്ള പോർട്ടൽ. ആൻഡ് ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ഇത് വരുന്നത്, എന്താ പറയുക, ഫോർട്രസും കാര്യങ്ങളും വരുന്നത്. ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതെന്ന്. ഓക്കെ, ബേസിലെത്തണ്ടേ? ഓക്കെ ഓക്കെ, നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട് ഗൈസ്. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കോർഡിനേറ്റ്സ് കാണിക്കണടാ, കാണിക്കണ. അതിന് ആദ്യം IP പോട്ടും കിട്ടണ്ട. IP പോട്ട് ഞങ്ങൾ കൊടുക്കണ്ടേ? സെർവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും, സെർവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താ പറയുക സെർവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് കോർഡിനേറ്റ്സ് അവിടെ സൈഡ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം, ആ ഭാഗം ക്ലിയർ ചെയ്തേക്കാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഔട്ടർ ഓഫ് ആൽഫ അവിടെ വീഡിയോ ആദ്യമായിട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ IP പോർട്ടൊക്കെ തരണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് IP വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ IP കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ബൈ.